ഗുഡ് മോർണിംഗ് ഓൾ. കോൺക്ലേവ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആദ്യം ഞാൻ ഷെരീഫ് സാറിനോടൊരു 2 വേർഡ് ഈ കോൺക്ലേവും യുവർ എഫേർട്ടും ഈ വന്ന ഗസ്റ്റുകളെ പറ്റിയിട്ടും ഒരു 2 വേർഡ്സ്. അല്ല അതല്ല, കുട്ടികൾക്കൊക്കെ വേറെ നിങ്ങൾ ജസ്റ്റ് ഒരു വെൽക്കം സ്പീച്ചും അത് 2 വേർഡ്സ്. ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ, കുട്ടിയൊക്കെ എന്താണോ പറഞ്ഞത് കേൾക്കാനാണ് താല്പര്യം. കാരണം ജീവിതത്തിൽ ഇന്നലെ പറഞ്ഞ പോലെ ഗാന്ധിജി പറഞ്ഞ ഒറ്റ വാക്കാണ്. എന്താ പറഞ്ഞ ഗാന്ധിജി? ഞങ്ങൾ വടിയെടുക്കൂല, ചീത്ത പറയൂല, വെടിവെക്കൂല, ഒന്നും ചെയ്യൂല. പക്ഷേ ഈ രാജ്യം ഞങ്ങളതാണ്, നിങ്ങൾ തിരിച്ചു പോകണം. അത്രേ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് അതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അതോ മതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ നല്ല ഡ്രസ്സോ ബെൻസ് കാറോ ഒന്നും അയാൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇന്നും നമ്മളെ വാലറ്റിൽ കിടക്കുന്നത് നോട്ടും ലോകം അംഗീകരിക്കുന്ന ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അത് മഹാത്മാഗാന്ധി തന്നെയാണ്. അപ്പം അത് ചെയ്ത വാക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലെയാണ് ഓരോ മനുഷ്യന്മാരും റവല്യൂഷൻ ഉണ്ടാക്കുക. സാധാരണ മനുഷ്യന്മാരായിരിക്കും. അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയ വലുതാണ്. നമ്മൾ ആലോചിക്കുന്നതിനപ്പുറമാണ്, ചിന്തിക്കുന്നതിനപ്പുറമാണ്. മനസ്സിലായില്ലേ? കാരണം അവർ സാധാരണ മനുഷ്യനായിരിക്കും. വേറെ കുറച്ച് മറ്റേ സൈഡിൽ കുറച്ചൊന്നും ഉണ്ടാക്കുമ്പോഴൊക്കെ കാറും വീടൊക്കെ വാങ്ങി വലിയ ആളായിട്ട് നടക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന ആ രീതിയിലാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്പയർ ആവുന്നത് തന്നെ സ്റ്റാമ്പ് വിറ്റിട്ടുള്ളൊരു കഥ, ഞാൻ പറയുന്നില്ല ഫുള്ളായിട്ട്, സ്റ്റാമ്പ് വിറ്റിട്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് ആ ഒരു വീഡിയോ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇത് ഞാൻ ഇൻസ്പയർ ആകാൻ വേണ്ടി ഞാൻ ചില വീഡിയോസ് കാണുമ്പം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട അതായിരുന്നു. ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞിരുന്നു, പഠിച്ചനെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുമുട്ടണമെന്ന്. പഠിച്ചൻ്റെ അനുഗ്രഹം ഒന്ന് അടുത്തിരിക്കാനുള്ള ഭാഗ്യം കിട്ടി. മനസ്സിലായില്ല? ഇതേപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിലും വളരെ ഫോക്കസ്ഡാണ്. അദ്ദേഹം വളരെ ഫോക്കസ്ഡാണ്. എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തണം, നല്ല വഴികളിലൂടെ പ്രൊഫഷണലായിട്ട്. അദ്ദേഹമാണ് അടുത്ത നിങ്ങളെ സ്പീക്കറായിട്ട് വന്നിരിക്കുന്നത്. ഫിറോസിനെ പറ്റി ഒരു ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആ ക്വാളിറ്റിയിൽ
ആ രീതിയിലാണ് ഇന്ത്യയിൽ മലപ്പുറത്ത് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈറ്റ് പോയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ലേബേഴ്സിനെ കണ്ടിട്ടുണ്ടോ? വർക്ക് കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? പേയ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻഡേഴ്സിന് പേയ്മെൻറ്റ്, ഫിറോസിന് കൂടെ നിന്ന വെൻഡേഴ്സിന് പേയ്മെൻറ്റ് കിട്ടാതെ പോകില്ല. ടൈമിന് അത് കൊടുത്തിരിക്കും, യാതൊരു സംശയമില്ല. പ്ലസ് ക്വാളിറ്റി ഇല്ലേ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സ്വന്തം ഭാര്യയോ ഉപ്പയോ ഉമ്മയോ ആയിക്കോട്ടെ, ആ പ്രോജക്റ്റിൽ ക്വാളിറ്റി ഇല്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല, അന്ന് പിടിച്ച് പുറത്താക്കും. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് പറയാൻ എളുപ്പമാണ്, നടപ്പിലാക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും ഇന്ത്യയിലൊക്കെ. പക്ഷേ അദ്ദേഹം പന്തലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മോഡറേറ്റ് ആയിരിക്കുന്നതിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട്. പിന്നെ ഷിജുനെ പറ്റി ഞാൻ പറയണ്ടേ? മോശമായി പോവാം. എൻ്റെ ജീവിതത്തിൽ പടച്ചോൻ തന്ന അനുഗ്രഹത്തിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാനും സ്നേഹിക്കാനും എനിക്ക് തോന്നുന്നു. മാസത്തിൽ 20 ദിവസം ഉണ്ടെങ്കിൽ, അല്ല 30 ദിവസത്തിൽ 20 ദിവസം ഞങ്ങൾ ഒന്നിച്ചാണ് രാത്രികളിൽ. 10 ദിവസം മാത്രമേ കുടുംബത്തിന് നമ്മൾ വിട്ടുകൊടുക്കാറുള്ളൂ. അപ്പോൾ സ്വന്തം ഭാര്യനെ പോലും സ്വന്തം അമ്മനെ പോലും എൻ്റെ കുടുംബത്തിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അറിയുന്നത് ഷിജു ഞാനും തന്നെയാണ്. ബട്ട് ഒരു കാര്യം സന്തോഷം, ഇന്ന് വരെ ടച്ച് വിട്ട് പറയട്ടെ, ഒരു കടുകിൻ്റെ അഭിപ്രായ വ്യത്യാസം ഇന്നും എനിക്കും ഷിജുവിനും ഉണ്ടായിട്ടില്ല. പിന്നെ ആര് ശ്രമിച്ചാലും അതുണ്ടാവുകയില്ല. കാരണം ആര് അഭിപ്രായം ശ്രമിച്ച് നിങ്ങളതിന് ശ്രമിക്കുകയും വേണ്ട. കാരണം എന്ത് വന്നാലും ഞാനും ഷിജു അത് കോംപ്രമൈസ് ചെയ്യും. ഞാനല്ല വലുത്, എനിക്ക് ഷിജുവാണ് വലുത്. ഷിജുവിനെ സംബന്ധിച്ചിടത്തോളം ഷിജു അല്ല വലുത്, ഡോക്ടർ ഷെരീഫാണ് വലുത്. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ഇത്രയും നല്ല മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാനും ഒരു പാർട്ട്ണറാവാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും, നിങ്ങൾക്ക് തോന്നാം ചിലപ്പം ഞാനായിരിക്കും പഠിപ്പിക്കാൻ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷിജുവിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ കാണാൻ സാധിച്ചാൽ അങ്ങേറ്റം സന്തോഷം. ജ്വൽസിന് ആ ചാപ്റ്റർ തുടക്കം ഇന്ന് നാളെ എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തന്നെയാണ്. എവിടെ തുടങ്ങിയെന്ന് എനിക്കറിയാം, അതിപ്പോൾ പറയുന്നില്ല. പിന്നെ ഒരു കുതിപ്പായിരുന്നു. ഈ രീതിയിലാണ് അവർ പോകുന്നുണ്ടെങ്കിൽ 17 ചാപ്റ്റർ ശ്രദ്ധിക്കുക. അവർ ഒരു ചാഞ്ചാട്ടത്തിൽ മുന്നോട്ട് പോകും. മറ്റവർക്ക് അതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കാരണം ഫിറോസ് ചെയ്യുന്നെന്താ? നിങ്ങൾ അസൂയോടെ കാണണം, വെറുപ്പോടെ കാണണം, ദേഷ്യത്തോടെ കാണണം. ഞാനാണ് ഒരു ചാപ്റ്റർ മെമ്പർ കാണും. കാരണം ഇദ്ദേഹം വലിയ വലിയ ആൾക്കാരെ പിടിച്ചു വെക്കുക. ഓരോ ബിസിനസ് ചെയ്യുന്ന വലിയ വലിയ മുതലാളിമാരെ പിടിച്ചു വെക്കുക. ആ ബിസിനസ് അല്ല ജ്വൽസിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഞാനും നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി ചാപ്റ്ററിലെ ആൾക്കാർ. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ ആ ബിസിനസ് ആംഗിൾ ചിന്തിക്കൽ. ജ്വൽസിലെ ഓരോ മെമ്പർമാരും അങ്ങനെ ചിന്തിക്കുക. 7:30 ശേഷം വന്നാൽ അവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ലേറ്റ് ആയിട്ട് വന്നാൽ ഫൈൻ വാങ്ങിക്കും. എന്തിന്? അനൂപ് എവിടെ? അനൂപ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ എങ്ങനെ ഒരു കാറ്റഗറി ഫില്ല് ചെയ്യണമെന്നുള്ള കൂടെ പഠിച്ച് കാണിച്ച ഒരാളാണ്. ഒരു കാറ്റഗറി എങ്ങനെയാണ് ജ്വൽസ് എന്താ ചെയ്തേ? അദ്ദേഹം ചെയ്തത് ബാക്കി ചാപ്റ്ററിൽ ഇപ്പോൾ സിമെൻ്റ് ആണെങ്കിൽ 17 ചാപ്റ്ററിൽ സിമെൻ്റ് ഉണ്ടോ ഇല്ലയോ, ആരാണേലും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പുള്ളി സെലക്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൽ എന്നെ സിമെൻറ്റ് വെക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഉള്ളത്, അതിലൊരു 3-4 പേരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവർ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തു. ആ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് 5 പേരെയും പോയി കണ്ടു. ചാപ്റ്റർ മീറ്റിംഗ് വരുന്ന സമയത്ത് 5 കോമ്പറ്റേറ്ററും ഈ റൂമിൻ്റെ ഉള്ളിൽ. അതിന് ചോദിച്ചു വേണമെങ്കിൽ വന്നാൽ മതിയെന്ന്. ചോദ്യം വേണമെങ്കിൽ വന്നാൽ മതിയെന്ന്. അപ്പോൾ 5-ൽ ഒരാൾ കയറിയേ പറ്റുള്ളൂ. പിന്നെ കോമ്പറ്റീഷനായി കയറി വന്നു. ആ രീതിയിൽ നല്ലൊരു കടി കൊടുക്കാം. മാസ്റ്റർ ക്ലാസ്സാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചാപ്റ്ററാണ് ജ്വൽസ്. കൂടുതലൊന്നും പറയുന്നില്ല. പ്രസിഡന്റ് ആഗ്രഹിച്ചതുപോലെ ഫുട്ബോളിൻ്റെ തീരുമാനമായിട്ടില്ല, മനസ്സിലായില്ലേ? ബട്ട് പവർ ടീം നിങ്ങൾക്ക് പറ്റിയതാണ് ഫിറോസ്. പവർ ടീം നിങ്ങൾക്ക് അത് ലോകം കീഴടക്കാൻ പറ്റും. ഞാൻ പറയുന്ന ജ്വൽസ് ഇതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ പറ്റും. അടുത്ത ഒരു വർഷത്തിൽ 200-300 കോടി രൂപേൻ്റെ ബിസിനസ് നിങ്ങൾ ചാപ്റ്ററിൽ ഉണ്ടാക്കാൻ പറ്റും. പവർ ടീമാണ് നിങ്ങൾക്ക് ബെസ്റ്റ്. നിങ്ങൾ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടൈമാണ്. എത്രയും പെട്ടെന്ന് പവർ ടീം സ്റ്റാർട്ട് ചെയ്യുക. മന്ത്ലി ആ മീറ്റിംഗ് കൊണ്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെയാണ് ബിസിനസ് ഉണ്ടാക്കുക. പിന്നെ ഫുട്ബോളിനെ ആലോചിച്ച് പറയാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എനിക്ക് ഫിറോസ് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടതാണ് എൻ്റെ വിശ്വാസം. പറ്റുവാണെങ്കിൽ എന്നെ അവിടെ ഇരുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ ഞാൻ സന്തോഷമാവും. എനിക്ക് ഇവർ പറയുന്നത് കേൾക്കാനാണ് താല്പര്യം. എനിക്ക് വിവരമില്ല. ഇപ്പം വിവരമില്ലവർ പറഞ്ഞാൽ കേൾക്കട്ടെ. താങ്ക് യു. ഈ ഒരു കോൺക്ലേവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുന്നിലിരിക്കണ അജ്ഫാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഞങ്ങളൊക്കെ സ്നേഹത്തോട് വിളിക്കണ കുട്ടിക്ക, അതേമാതിരി മുസ്തഫ സിൽവാൻ, ബിസിനസ് 0 ചെയ്ത് സക്സസ്സായി
ഈ ലോകത്ത് അവരുടേതായിട്ടുള്ള ഒരു പേര്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വന്നിരിക്കുന്ന നമ്മളുടെ ഈ BNI ഓൺട്രപ്രണേഴ്സ് അസോസിയേഷനും ഈ ബിസിനസ് പീപ്പിളും പുതിയ സംരംഭകർക്കും ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിയാണ് ഈ ഒരു കോൺക്ലേവിൻ്റെ ആശയം ഞാൻ എൻ്റെ LT ടീമിനോട് പങ്കുവച്ചതും. ആസ് യൂഷ്വൽ അത് ജ്വൽസ് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സാണ്. അവരത് ആക്സെപ്റ്റ് ചെയ്യലും ഞങ്ങൾ അതിന് ശേഷം റീജിയനോട് സംസാരിച്ചിട്ട് ഡോക്ടർ ഷെരീഫ് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് ത്രില്ലായി. കാരണം നമ്മളുടെ ബിസിനസ് പീപ്പിളിനും ഓൺട്രപ്രണേഴ്സിനും ഇവരുടെ എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളവർക്ക് അത് വലിയ ഒരു ഗുണയിക്കാരം, ഒരു അച്ചീവ്മെൻ്റ് ഇക്കാരം ഈ ഒരു ടോക്ക് ഷോ എന്നുള്ള രീതിയിൽ അദ്ദേഹം കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ പെർമിഷനും ആശീർവാദത്തോടു കൂടിയാണ് നമ്മളിത് പങ്കെടുക്കുന്നത്. ഇതിൽ കുട്ടിയാക്കാനോടാണെങ്കിലും പിന്നെ മുസ്തഫാനോടാണെങ്കിലും മുസ്തഫ സാറിനോടാണെങ്കിലും എനിക്ക് അയാൾ എന്നെക്കാളും പ്രായം കുറവാട്ടോ, അതുകൊണ്ടെന്ന് പറയും. പക്ഷേ ഭയങ്കര അച്ചീവ്മെൻറ്റ് തീർച്ചയാണ്, അതുകൊണ്ടാണ് വീണ്ടും സാറിത് പറഞ്ഞത്. അപ്പോൾ ഇവരോട് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ പേരിലും ജ്വൽസിൻ്റെ പേരിലും കാലിക്കറ്റ് BNI റീജിയൻ്റെ പേരിലും വളരെ വളരെ നന്ദി സാർ. കാരണം ഇതിലൊരു 2 സീക്രട്ട് ഉണ്ട്. ഒന്ന്, പിന്നെ മുസ്തഫ സിൽവാൻ ചൈനയിലായിരുന്നു ഇന്നലെ വരെ. അവിടുന്ന് അങ്ങോട്ട് ആഫ്രിക്കയിൽ അദ്ദേഹം പുതിയ ഷോറൂം ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്നെ പാർട്ട്നേഴ്സും ഡയറക്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നതും അവരോട് റിക്വസ്റ്റ് ചെയ്യണതും. അവസാനം അദ്ദേഹം നീ പറഞ്ഞല്ലേ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. സോ ബിഗ് താങ്ക്സ്. ഇനി പറയാനുള്ളത്, ഓഫ് കോഴ്സ് വലിയ ബിസിനസ്മാർ വലിയ തിരക്കാണ്. ഇദ്ദേഹം കുട്ടിക്ക ഞങ്ങൾ വളരെ ആത്മബന്ധമാണ്. അദ്ദേഹത്തിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഒരു 3 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫിറോസെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ, എന്താണെന്ന് വെച്ചപ്പോൾ ഇന്ന് 31 തിരുവനന്തപുരത്ത് വെച്ചിട്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതേമാതിരി ഗോവൻ്റെ ഗവർണർ കൂടി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബിസിനസ് എക്സലൻസിൻ്റെ അവാർഡ് സ്വീകരിക്കാൻ അയാളെ ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹം മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എന്താ ചെയ്യുക ഫിറോസ് എങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികൾക്ക് എത്രയും ആൾക്കാരും BNIയും ഞാൻ വാക്ക് കൊടുത്താണ്, വാട്ട് ഐ വിൽ ഡു. എന്നാ ഫിറോസ നീ പറഞ്ഞ മാതിരി അങ്ങനെ ആ അവാർഡ് പോകാതെ അദ്ദേഹം സാർ അത് പിന്നെ ഓക്കെ അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞയച്ചിട്ട് അത്രയും വലിയ സാക്രിഫൈസ് ഗവർണേഴ്സിൻ്റെ പ്രോഗ്രാം പോലും ക്യാൻസൽ ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. സോ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സാർ. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ ആദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നത്. സാർ ഞങ്ങൾക്കൊക്കെ അറിയേണ്ടത് അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പ്, അദ്ദേഹം നിങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പ് ഇന്ന് ഒരു 0 എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഓൾമോസ്റ്റ് 197 ഓൾമോസ്റ്റ് 200 ഷോറൂമോളം എത്തിയിട്ടുണ്ട്. അതേമാതിരി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, പഞ്ചാബിലും പാനിപ്പത്ത് വരെ ഷോറൂമുള്ള ഈ ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് സാർ നിങ്ങൾ വളർത്തിയെടുത്തത്? ഈ ബിസിനസ് സക്സസിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? കുറഞ്ഞൊരു ഷോർട്ട് ടൈമിൽ ഇത്രയും വലിയ ഇയർലി ഒരു 500 crore ടേൺ ഓവറാണ്, 500 കോടി കൊല്ലത്തിൽ ടേൺ ഓവറുള്ള ഒരു കമ്പനി. സാർ എന്താണ് ഇതിൻ്റെ ഒരു മാജിക്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതാണ് പറയാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇത്രയും ഓവർകോട്ടും ടൈയിട്ട ആൾക്കാരുടെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലൊരു ഭയം എനിക്കുണ്ട്, ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ 4 ചെറിയൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. എനിക്ക് 4 പെങ്ങന്മാരും ഒരു അനിയനും ഞാനും 6 മക്കൾ. വളരെ ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യം, ഭക്ഷണമില്ല, വീടില്ല. അങ്ങനെ അന്ന് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 9 വയസ്സ് ആയിരുന്നു. വീട്ടിൽ പട്ടിണി കാരണം ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഈ MBA 4ാം ക്ലാസ് MBA പഠിക്കുമ്പോൾ വേറൊരു MBAക്ക് പോയി. 1 കിലോ കടലക്ക് പൈസ ഉണ്ടാക്കിയിട്ട്
1 കിലോ കടല വാങ്ങി, എന്നിട്ട് പുഴയിൽ പോയി മണലെടുത്ത് ഞാൻ തന്നെ വറുത്ത് ഈ ബാറ്ററീൻ്റെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുനടന്ന് വിൽക്കൽ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് 9ാമത്തെ വയസ്സിൽ. അപ്പം ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അന്ന് കശുമാവുള്ള ടൈമാണ്, അണ്ടിയുള്ള ടൈമായിരുന്നു. എനിക്ക് തോന്നി ഈ കുട്ടികളെ അണ്ടി പെറുക്കാൻ വേണ്ടി വീട്ടുകാർ വിടുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കടല വിൽക്കാന്നുള്ള ഒരു ബുദ്ധി. എന്നുവെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ് മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുട്ടികളെ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു കടല എന്ന് പറഞ്ഞപ്പോൾ ഓല് ചോദിച്ചപ്പോൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 1 അണ്ടിക്ക് 3 കടല വീതം ഓൽക്കൊക്കെ കൊടുത്തു. അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ 3 രൂപയും ചില്ലറയും കിട്ടി. ഫസ്റ്റ് ഡേ തുടങ്ങിയ ബിസിനസ് 9ാമത്തെ വയസ്സിൽ. അതിൽ ചന്തവാടനെ അണ്ടി വിറ്റു. കടക്കാരനോട് പറഞ്ഞു 1 കിലോ കടല വീണ്ടും തരാൻ. അത് വാങ്ങി വെച്ച് ബാക്കിയുള്ള പൈസക്ക് വീട്ടിലുള്ള എല്ലാ സാധനവും മേടിച്ചു. എൻ്റെ വാപ്പ അലുമിനിയം ഏറ്റിയിട്ട് ഇങ്ങനെ വീട്ടുകളിൽ കൊണ്ടുനടന്ന് വിൽക്കലായിരുന്നു. അതുകൊണ്ടൊന്നും വീട്ടിൽ ഭക്ഷണം വാങ്ങാനോ ഒന്നും കഴിയില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് MBA. അതങ്ങനെ തുടർന്നു പോയി. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഞാൻ കിടക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ചാടും. എല്ലാ വർഷവും ഈ ഓല വീട് എന്ത് ചെയ്യണം, പിന്നെ 2ാമത് ചെയ്യണം. അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയും നമുക്ക് ഈ കൊല്ലം വേണ്ട, നമുക്ക് അടുത്ത കൊല്ലം മേയാന്ന് പറയും. അങ്ങനെ മലപ്പുറം ഭാഷയിൽ പറയല അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മേത്തേക്ക് വെള്ളം, മഴ പെയ്യുന്ന വെള്ളം പോകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മേലെ കൊണ്ടുവന്ന് പായിടും, എൻ്റെ കുട്ടിക്ക് വെള്ളം വീകരുത്. അവിടെ നിന്ന് 12 വയസ്സ് 11 വയസ്സായപ്പോൾ ഒരാൾ 100 ഉറുപ്പ്യ തന്നിട്ട് പറഞ്ഞു ഈ പഴയ സാധനം വാങ്ങിയിട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കടലക്കച്ചവടം ഒഴിവാക്കിയിട്ട് ഒതുക്കലുള്ള ഒരാൾ 100 രൂപ തന്നിട്ട് അത് ഞാൻ ചന്തക്കുന്നുമ്മൽ പോയി ബസ് ഇറങ്ങിയിട്ട് ഒരു ചാക്കും ഒരു തൂക്കുന്ന ഒരു വെള്ളിക്കോലുമാതിരി സാധനം കൊണ്ട് ചുള്ളിയോട് വരെ നടന്നു. ചുള്ളിയോട് എത്തുന്നതിന് മുമ്പ് തന്നെ എന്നെക്കൊണ്ട് എത്താത്ത രീതിയിലുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ പോകുന്ന വഴിയിലൊരു കടയിൽ പറഞ്ഞു ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് ഒരു ചാക്ക് വാങ്ങിയിട്ട് പഴയത് വാങ്ങാൻ മുന്നോട്ട് പോയി. അങ്ങനെ ചുള്ളിയോട് എത്തുമ്പോഴത്തിൻ്റെ 2 ചാക്ക് സാധനം എൻ്റെ അടുത്തായി. 2ാമത് ബസ്സിന് വന്നെങ്ങാണ്ട് ഈ ചാക്ക് എടുത്തിട്ട് വീണ്ടും പോയി ചുള്ളിയോടിൽ ചെന്നു. വീടും വാടകയും ഹോട്ടലൊന്നുമില്ല. ഒരു ഹോട്ടലിനോട് പറഞ്ഞു നിങ്ങളെപ്പോഴാണ് അടക്കാമെന്ന് ചോദിച്ചു. ഞാൻ 10 മണിയാവുന്നതാണ്. ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. കിടന്നോളൂ പറഞ്ഞു. അങ്ങനെ കിടന്ന് രാവിലെ കണ്ട് ഒരു ബസ് പോകുന്നു കോഴിക്കോട്ടേക്ക്. 5 മണിക്ക് അവിടുന്ന് വിടും. ഞാൻ ഐഡിയ ചെയ്തു ഈ 100 ഉറുപ്പ്യ തന്ന ആൾക്ക് 2ാമത് കൊടുക്കുക. അതാണ് മൈൻഡ്, ബിസിനസ് മൈൻഡ് അതാണ്. ഇപ്പം ഇത് ലാഭം എവിടെ കിട്ടണോ അവിടെ കൊണ്ടുപോയി വിറ്റിട്ട് 2ാമത് സാധനം എടുത്തിട്ട് ആൾക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 10ാമത്തെ വയസ്സ് കോഴിക്കോട് എത്തി ഈ 2 ചാക്ക് സാധനം കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും NMK മെറ്റലിൽ നല്ല വില കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ബസ്സിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കൂലിപ്പോട്ടർ സാധനം 2 ചാക്ക് താഴെ വെച്ച് അങ്ങനെ അതിനോട് പറഞ്ഞു NMK മെറ്റൽക്ക് പോട്ടെ അറിഞ്ഞു. എനിക്ക് NMK മെറ്റലൊന്നും അറിയില്ല, കണ്ടിട്ടില്ല, കോഴിക്കോട് ആദ്യമായിട്ട് കാണുകയാണ്. അവൻ്റെ ഒപ്പം അങ്ങനെ പോകുന്നു. NMK മെറ്റൽ പോയി വിറ്റപ്പോൾ 300 ഉറുപ്പ്യക്ക് സാധനം കിട്ടി. അങ്ങനെ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഊണൊക്കെ കഴിച്ച് രാവിലെ 5 മണിക്ക് പോരുന്ന ബസ്സാണ്. 2ാമത് 300 ഉറുപ്പ്യ ഈ 2 ചാക്കും വണ്ടിയിൽ വെച്ച് പിന്നെയും കയറി. പിന്നെയും ചന്തക്കുന്നുമ്മൽ ഇറങ്ങിയിട്ട് വേറെ റൂട്ട് കൂടെ പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇതേമാതിരി കിട്ടി. അത് ഈ 100 ഉറുപ്പ്യ തന്ന അയാൾക്ക് പിറ്റേന്ന് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു ഇനി ഞാൻ സ്വന്തം വാങ്ങാനുള്ള ഇവിടെ അവിടെയായിട്ട് 100 ഉറുപ്പ്യ 10 ഉറുപ്പ്യേൻ്റെ വ്യത്യാസമുണ്ട്. ഇനി ഞാൻ സ്വന്തൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ സ്വന്തം ചെയ്തോളാം. അങ്ങനെ വീണ്ടും ഒരു മാസം അവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 1000 രൂപ കയ്യിലായി.
അപ്പം തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടുന്ന് വേറെ എവിടേക്ക് നീങ്ങണം തോന്നി. ഒതുക്കുങ്ങൽ ഞങ്ങളുടെ നാട്ടിൽ പാത്രം, അലുമിനിയം പാത്രം വിൽക്കാൻ തരും, 20 കിലോ, 30 കിലോ, 40 കിലോ. അങ്ങനെ ഞാൻ ഒരു 40 കിലോ വാങ്ങിയിട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുടിയമ്മല, അവിടെ ഇവിടെ കോഴിക്കോട് വലിയ സാധനം തന്ന് കോഴിക്കോട് വന്ന് ഇത് കുടിയാലമല പോകുന്ന ഒരു ഹരിദാസ് പറഞ്ഞ ബസ് തോന്നുന്നുണ്ട്, ആ ബസ്സിൽ കയറ്റി നടുവിലേക്ക് പോകാൻ പറഞ്ഞു. നടുവിലേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നടുവിൽ എത്തി, ഇറങ്ങി സാധനം അവിടെ ഇറക്കി വെച്ചു, ഒരു പിടിയൻ്റെ കൊലയിൽ വെച്ചു. എവിടെ താമസിക്കുക, എവിടെ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്, ധൈര്യമാണ് കേട്ടോ. അതാണ് നമ്മളെ ഇവിടെ എത്തിക്കാനുള്ള ധൈര്യം, അതാണ്. അങ്ങനെ അവിടെ ഞാൻ 11 വയസ്സ്, 10, 15, 11ാമത്തെ വയസ്സാണ്. ഒരു കൊട്ടുണ്ട്, അലുമിനിയം ഏറ്റുന്ന കൊട്ട. ആ കൊട്ടയിൽ നിറയെ സാധനം. ഇവിടെ ആരെങ്കിലും ഒപ്പം പോരാൻ പറ്റിയവരോട് ചോദിച്ചപ്പോൾ ഒരു ക്രിസ്ത്യൻ പയ്യൻ പറഞ്ഞു, ഞാൻ പോരാറ്, നിനക്ക് ഞാൻ ഡെയിലി 5 ഉറുപ്പ്യ തരാറ്. അങ്ങനെ അവന് കൊട്ടയേറ്റും, ഞാൻ ചെറിയൊരു കുട്ടി ഓൻ്റെ ഒപ്പം ഇങ്ങനെ പോവും. അപ്പോൾ എല്ലാവരും വീട്ടിലും ചെല്ലുമ്പോൾ ഇത്ത, ചേച്ചിയെ, അമ്മച്ചിയെ എന്ന് നല്ല രീതിയിൽ സംസാരിക്കും, ആർക്കൊരു വിഷമില്ലാത്ത രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നെ കണ്ടാൽ തന്നെ ആവശ്യമില്ലെങ്കിലും ആളുകൾ പാത്രം വാങ്ങും. അങ്ങനെ ഒരു 2 മാസമായപ്പോഴത്തേന് ഈ തന്ന ആളോട് ഞാൻ പറഞ്ഞു, ഇനി സാധനം വേണ്ട, ഇനി എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഇനിയിപ്പോൾ കച്ചവടത്തിന് പോകണോ ഇല്ല എന്നൊക്കെ പിന്നെ തീരുമാനിക്കും. അപ്പോൾ തന്നെ ഒരു 1000 ഉറുപ്പ്യ കയ്യിലായി. പിന്നെ ഈ സാധനം തന്ന ആളെ സാധനത്തിന് പിന്നെ ആവശ്യമില്ല. അന്ന് 1 കിലോ അലുമിനിയം പാത്രത്തിന് 10 രൂപയാണ് 1 കിലോന്. അത് അപ്പോൾ തന്നെ ഞാൻ പിന്നെ എന്നോട് പറഞ്ഞു, പാലക്കാട് മോഹൻ മെറ്റൽസിൽ ആണ് ഇവരൊക്കെ കൊണ്ടുവരേണ്ടത്, ഈ പാത്രത്തിൻ്റെ അടിയിൽ മോഹൻ മെറ്റൽസ് എന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇത് മോഹൻ മെറ്റൽസിൽ പ്രൊഡക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലക്കാട്ട് ബസ് കയറി. എന്നിട്ട് മോഹൻ മെറ്റൽസ് അന്വേഷിച്ച് പോയി. അവിടുന്ന് ഒരു 1000 ഉറുപ്പ്യക്ക് 900 ഉറുപ്പ്യക്കുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് കോഴിക്കോട് ബസ്സിൽ കയറ്റി. അത് കഴിഞ്ഞ് ഇവിടെ കോഴിക്കോട് വന്നിട്ട് നടുവിലേക്കുള്ള ബസ്സിൽ കയറ്റി. അങ്ങനെ 3 മാസമായപ്പോഴത്തിന് പിന്നെ ഞാൻ മോഹൻ മെറ്റൽസിലും ഇവിടെ NK മെറ്റൽസിൽ നിന്ന് സാധനം എടുത്ത് ഈ പഴയത് കിട്ടുന്നൊക്കെ സ്റ്റോക്ക് ചെയ്യും, കൊണ്ടുവരില്ല. അത് ഒന്നിച്ച് ഒരു സാധനം വാങ്ങാം. അണ്ടി സീസൺ വരുന്നുണ്ട്, കാസർഗോഡ് ഭാഗത്ത് അണ്ടി സീസണിലായപ്പോൾ പോവും, ഇവിടെ കുരുമുളകിൻ്റെ സീസണ്. അങ്ങനെ വെറും ബിസിനസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് വരും, വീട്ടിൽ വരും, സാധനങ്ങൾ ഫുള്ള് വാങ്ങിക്കൊടുക്കും, തിരിച്ച് പിന്നെയും പോവും, റെസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു 3 മാസമായപ്പോൾ എൻ്റെ കയ്യിലൊരു 400 കിലോ അലുമിനിയം പഴയ സാധനം സ്റ്റോക്കായി. ഒരു റൂമൊക്കെ എടുത്ത് ഈ പഴയതൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടും. അങ്ങനെ ബിസിനസ്സിനെ അടിച്ച് കയറി വരികയാണ്. അങ്ങനെ ഞാൻ ഇവിടെ കുരുമുളകിൻ്റെ സീസൺ ഈ പിന്നെ ഇരിക്കൂർ, ശ്രീകണ്ഠപുരം, പയ്യാവൂര്, കുടിയാമല, ഇവിടെ അണ്ടിൻ്റെ സീസൺ കഴിഞ്ഞാൽ അതിൽ കുരുമുളകിൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് നടക്കില്ല. ഞാൻ ഉടനെ കാഞ്ഞങ്ങാട്ടേക്ക് പോയി. കാഞ്ഞങ്ങാട് നിന്ന് കിഴക്ക് ഭാഗം മലയോര പ്രദേശ്, പാണത്തൂര്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ബന്തെടുക്ക, കുറ്റിക്കോല്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ സ്വന്തം ആളൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തം ഏറ്റിട്ട് അടക്കില്ല. അപ്പം ഇങ്ങനെ വർഷം കടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്നും ഭക്ഷണം കാഞ്ഞങ്ങാട് റൂമിൽ നിന്ന് കഴിച്ചിട്ട് ബോംബെ ഡൈനിങ്ങിൻ്റെ ഷോറൂമിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അന്ന് ഭയങ്കര വിലയാണ്. ഒരാൾക്ക് പണിക്ക് പോയാൽ 5 രൂപയെ കിട്ടുള്ളൂ. അന്ന് ബോംബെ ഡൈനിങ്ങിൻ്റെ പോളിഷ് തുണിക്ക് 100 ചില്ലറ ഉറുപ്പ്യ വില ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നത് ഒരു പോളിഷ് തുണി നമുക്ക് വാങ്ങണം, എൻ്റെ വലിയൊരാഗ്രഹമായി. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പാത്രം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അണ്ടി വാരിയിട്ട് ഇങ്ങോട്ട് തരും. ഈ അവരതല്ലാതെ ഈ ചെറുവര് എന്ന് പറയും, ഈ കാസർഗോഡ് അവിടെ ഈ ആദിവാസികളുണ്ട്, അവർ കണ്ടോൻ്റെ തോട്ടത്തിൽ മുഴുവൻ പോയിട്ട് അണ്ടി പൊറുക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു പാത്രമാണ് കൊടുത്താൽ മുതലാളി, അപ്പോൾ ഓല പൂതി, ഞാൻ വലിയ മുതലാളിയാണെന്ന്, ഈ പാത്ര കച്ചവടക്കാരോ, അതുപോലെ പറയും മുതലാളി വന്നേക്കണം, ഈ അണ്ടിക്ക് ഈ പാത്രം തന്നാൽ മതി എന്ന് പറയും. അപ്പം തന്നെ ആ അണ്ടി നമ്മൾ അടുത്ത കടയിൽ കൊണ്ടുപോയിങ്ങാണ്ട് വിറ്റ് പൈസ ആക്കും. അങ്ങനെ ആയി ബോംബെ ഡൈനിങ്ങിൻ്റെ തുണി എടുത്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിക്കൊരു ഷർട്ട് വേണം. അങ്ങനെ ബോംബെ ഡൈനിങ്ങിൻ്റെ ഷർട്ട് എടുത്തു.
പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഷർട്ടും തുണിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു സൈക്കോ 5 വന്ന് ഗൾഫ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. 500 റുപ്യാണ് സൈക്കോ 5ൻ്റെ വാച്ചിന്. കാസർഗോഡേ കിട്ടുള്ളൂ, ഇവിടെ ഒന്നും കിട്ടില്ല. അങ്ങനെ സൈക്കോ 5ൻ്റെ വാച്ചും വാങ്ങി. അപ്പോൾ വയസ്സ് 13 ആയി. അപ്പോൾ അതിന് ബിസിനസ് ഇങ്ങനെ കയറി ഇങ്ങനെ വരികയാണ്, ഭയങ്കര ഉഷാറായി. അപ്പം പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിൽ വന്നല്ല സൈക്കോ 5 വാച്ച്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എന്താ തുണി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു തീപ്പെട്ടി കയ്യിൽ വെക്കും, എന്നിട്ട് അതിന് നൂലെടുത്തിട്ട് കാട്ടി കൊടുക്കും, അതിങ്ങനെ ഉരുകും. അപ്പോൾ ഞാൻ പറയും ഇതാണ് ഏറ്റവും നല്ല തുണി, ഇത് പോളിസ്റ്റർ തുണിയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആയി 18 വയസ്സായപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞു, മോനെ 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലമുണ്ട്, നമ്മളിത് വിൽക്കുക. അപ്പോൾ എൻ്റെ സഹോദരിനെ കെട്ടിക്കാനുമായി, നമുക്ക് അവളെ കെട്ടിക്കാം, പിന്നെ ഇപ്പം എൻ്റെ കുട്ടിക്ക് ഗൾഫിലും പോകാം. അങ്ങനെ 15,000 ഉറുപ്പ്യക്ക് 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലം വിറ്റ് കോഴിക്കോട് ആ വെറ്റില വിൽക്കുന്ന ആ പാത്രങ്ങൾ കോപ്പറൊക്കെ വിൽക്കുന്ന ആ ഏരിയയിൽ ബീരാൻകുട്ടി പറഞ്ഞ ഒരാൾക്ക് വിസക്ക് 8,000 ഉറുപ്പ്യ എടുത്തു. 7,000 ഉറുപ്പ്യ എൻ്റെ പെങ്ങളും കെട്ടിച്ചു കൊണ്ടോട്ടിയിലേക്ക്. വാടക വീട്ടിലേക്ക് മാറി, കാരണം താമസിക്കുന്ന വീട് കൊടുത്തു, പൈസ തന്നു, മാറി. അവിടുന്ന് ഞാൻ ബോംബേക്ക് പോവാണ്. ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് ട്രെയിന് മംഗലാപുരത്തേക്ക് കയറി, മംഗലാപുരത്തു നിന്ന് ബസ്സിന് പോയി. അങ്ങനെ 40 ദിവസം ബോംബെയിൽ നിന്നു. എമിഗ്രേഷൻ അന്ന് ഭയങ്കര പ്രശ്നമാണ്, ഈ ചവിട്ടിക്കയറ്റാന്ന്. അങ്ങനെ എയർപോർട്ട് കൊണ്ടുപോയി. നമ്മളിങ്ങനെ കയറാനൊക്കെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഇന്ന് പറ്റൂല കേട്ടോ പറയും, തിരിച്ച് റൂമിലേക്ക് പോകും. അതിൻ്റെ ഇടയിൽ നമ്മളവിടുന്ന് ഹിന്ദി പഠിച്ചു കിതറേന്ന്. അങ്ങനെ സൗദി അറേബ്യയിൽ 1978 ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 6 മണിക്ക് ദഹ്റാൻ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ നോമ്പാണ്. അപ്പോൾ ഒപ്പമുള്ളവർ പറയും നമ്മളൊക്കെ എല്ലാവർക്കാട്ടും ഭയങ്കര വിവരമാണ് മലയാളികൾക്ക്. ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടാവും, ബാത്റൂമിൽ ക്യാമറ ഉണ്ടാവും, വെള്ളമൊന്നും ആരും കുടിക്കരുത് എന്ന് ആയതിനെ പറഞ്ഞിന്. ദാഹിച്ചിട്ട് നാവൊന്നും കാണുന്നില്ല. ഞാൻ ചെയ്തു, നേരെ ബാത്റൂമിൽ പോയിട്ട് ആരും കാണാതെ കുറച്ച് വെള്ളം കുടിച്ചു. കാരണം നമ്മളാൾക്ക് അഭിപ്രായം ഭയങ്കരമാണല്ലോ. അങ്ങനെ 8 മണി 8:30 ആയപ്പോൾ തന്നെ ക്യാമ്പിലെത്തിയ പാട് അഷറ 10 മണിക്ക് മുതലാളി വരും എന്ന് പറഞ്ഞു. ഒരു കോണ്ടാക്റ്റിംഗ് കമ്പനിയാണ് ബുമറാന്ന്, ആ പേരിൽ എന്നെ ഗൾഫിൽ മൊത്തം അറിയുള്ളൂ, ബുമറ കുട്ടിക്കാന്ന് അറിയാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിയിട്ട് എനിക്ക് 100 റിയാൽ തന്നു. എൻ്റെ സുഹൃത്തുണ്ട് തൊട്ട് 4 വീടിൻ്റെ അപ്പുറം, സെയ്തലവി എന്നറിയും, ഓനും 100 റിയാൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഇങ്ങനെ ടേബിളുമ്മേൽ കത്ത് എഴുതി വെച്ചേക്കണം ഇങ്ങനെ ആൾക്കാർ, ടേബിളല്ല വീട്ടിൻ്റെ ബെഡുമ്മേലും അവിടെ ഇവിടെ. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ പോസ്റ്റ് ചെയ്യാത്ത ചോദിച്ചു. സ്റ്റാമ്പ് ഇല്ല. അപ്പോൾ ഒരു ഐഡിയ വന്നു, സ്റ്റാമ്പ് കൊടുന്ന് വിറ്റാൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് എവിടെ കിട്ടണമല്ലോ. അപ്പോൾ ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ്, വലിയ ബിൽഡിങ്ങാണ്. ഞാൻ എന്ത് ചെയ്തു, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി. അപ്പോൾ വയസ്സ് 18 കേട്ടോ. കയറിയിട്ട് മെയിൻ റോഡ് കണ്ടു, അവിടെ കയറി നിന്ന് നോക്കുമ്പോൾ മെയിൻ റോഡ് കണ്ടു. നേരെ ഇറങ്ങി വന്ന് 200 റിയാൽ കയ്യിൽ വെച്ചിട്ട് ആ മെയിൻ റോഡിലേക്ക് നടന്ന് നോക്കുമ്പോൾ സൈക്കോ ബിൽഡിംഗ് ആണ്, ഒരൊറ്റ ബിൽഡിങ്ങാണല്ലോ അന്ന് ദമ്മാമിൽ, വേറെ ബിൽഡിങ്ങൊന്നുമില്ല. ആ ബിൽഡിങ് ഞാൻ കണ്ടു. അപ്പോൾ മനസ്സിലായി ഇവിടെയാണ് വലിയ ബിൽഡിങ്. നടന്നു പോയി. അപ്പോൾ ബോംബെയിൽ നിന്ന് കിട്ടിയ കിതറേന്നുണ്ടല്ലോ, ഒരു പാകിസ്ഥാനെ കണ്ടു. പാകിസ്ഥാനോട് ചോദിച്ചു, പോസ്റ്റ് ഓഫീസ് പിന്നെ ഇവിടെ എല്ലാവരും അറിയാം, ചെറുപ്പം പോലെ പോസ്റ്റ് ഓഫീസ് ഞാൻ പാകിസ്ഥാൻ വെച്ചു, പോസ്റ്റ് ഓഫീസ് കിതറയെന്ന് ചോദിച്ചു. ബോംബെയിൽ നിന്ന് കിട്ടിയ കിതറയെന്ന് പഠിച്ചു. വേഗം ഓർമ്മ വന്ന് അത് ചോദിച്ചു. ഓൻ പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 200 റിയാൽ കൊടുത്തിട്ട് പറഞ്ഞു, സ്റ്റാമ്പ് ഇന്ത്യ. അറബിയാണ് കൗണ്ടറിൽ ഇരിക്കുന്നത്. അയാൾ 300 സ്റ്റാമ്പ് തന്നു, 5 റിയാൽ തിരിച്ചും തന്നു. ആ സ്റ്റാമ്പ് ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ലാഭം അപ്പം തന്നെ കണക്കൂട്ടി. 300 സ്റ്റാമ്പ് 10 പൈസ വീതം വിറ്റാൽ 30 റിയാൽ അൽഹംദുലില്ലാ എന്ന് വന്നെന്നു 30 റിയാൽ ഉണ്ടാക്കി. ആ ഒരു ധൈര്യത്തിൽ നോമ്പാണ്, നോമ്പൊന്നും നോറ്റിട്ടില്ല, തന്നല്ലേ. അതിൽ 18 വയസ്സാണ്. ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ വണ്ടി വിടണ മാതിരി ഒറ്റ ഓട്ടാണ്, ലാഭം കണക്ക് കൂട്ടിയിട്ട്.
2 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ സ്റ്റാമ്പ് പറഞ്ഞു. ആൾക്കാർ കിട്ടും വന്നിട്ട് ഓടിയിട്ട് വന്ന് നോക്കുമ്പോൾ ആകെ 300 സ്റ്റാമ്പേ ഉള്ളൂ. 3000 സ്റ്റാമ്പിന് ഓർഡർ ഉണ്ട്. ഇതാണ് കൊടുത്തുങ്ങാണ്ട് ആ പൈസ വാങ്ങി. അപ്പോൾ പിന്നെ സ്റ്റാമ്പ് എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരെയൊക്കെ ഒന്നും അഡ്വാൻസ് വാങ്ങി. അഡ്വാൻസ് വാങ്ങിയിട്ട് 2000 സ്റ്റാമ്പിൻ്റെ അഡ്വാൻസ് വാങ്ങി. അങ്ങനെ രണ്ടാമതും ഓടി. അപ്പോൾ ലാഭം കണക്കൂട്ടാണ്. 2000 സ്റ്റാമ്പിന് 200. അങ്ങനെ 2000 സ്റ്റാമ്പ് കൊടുന്ന് അന്ന് 2300 സ്റ്റാമ്പ് വിറ്റ് 230 റിയാൽ ലാൻഡ് ചെയ്ത അന്ന് കിട്ടി. അൽഹംദുലില്ലാ ഫസ്റ്റ് ഡേ. പിന്നെ ആ കമ്പനി 600 റിയാലാണ് ശമ്പളം, രാവിലെ 7 to 2 വരെ. അങ്ങനെ ജോലി ഇവിടെ കുടുംബത്തിനെ വാടക വീട്ടിലാക്കി കണ്ടാണ് പോയിക്കൊണ്ട്. ഭയങ്കര ടെൻഷനാണ്. ഇനി ഞാനേറ്റവും വലിയ ആയിക്കഴിഞ്ഞാൽ നാളെ ലൈഫ് മൊത്തം വാടക വീട്ടിലാവുമല്ലോ, ഓലെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമുള്ളായിരുന്നു. അങ്ങനെ അവിടെ സൂപ്പർവൈസറോട് ചോദിച്ചു, ഇത് ലേബർ സപ്ലൈ കമ്പനിയാണ്, എനിക്ക് ഒരു ജോലിയും കൂടിയും തരുമെന്ന് ചോദിച്ചു. 2 മണി വരെ കഴിഞ്ഞിട്ട് പിന്നെ 2 മുതൽ 10 മണി വരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അയാൾ പറഞ്ഞു റെഡിയാണ്. അപ്പോൾ രാവിലെ 2 മണി പോയാൽ ഒരു സാൻഡ്വിച്ചും ഒരു ചായയും കുടിക്കും. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ഇല്ല കേട്ടോ, റെയിൽവേയിലും ദമാം പോർട്ടിലൊക്കെയാണ്. ഒരു സാൻഡ്വിച്ചാണ്. അതൊക്കെ ₹1 ചിലവാക്കുമ്പോൾ നാട്ടിൽ ഉറുപ്പ്യ വേഗം കൺവെർട്ട് ചെയ്യും. ഒരു റിയാലിന് എത്രയാണ് എന്നുള്ളത്. അതൊന്നും ഗൾഫുകാരൊക്കെ സ്ഥിതി അതാണ്. ഒരു സാധനം പോയി കഴിഞ്ഞാൽ അങ്ങനെ വില ചോദിച്ചിട്ട് നാട്ടിൽ പൈസ എത്ര ആവുമല്ലോ, വേണോ വേണ്ടേ. ഒരു ഊണ് കഴിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ പോയി 5 റിയാലിലും ഒരു ഊണ് പറഞ്ഞാലും നാട്ടിൽ 100 ഉറുപ്പ്യ ആയല്ലോ. നാട്ടിലിപ്പോൾ ഒരു സാപ്പാടിന് എത്ര 20 ഉറുപ്പ്യ 30, അന്നൊക്കെ 5 ഉറുപ്പ്യ 4 ഉറുപ്പ്യ 3 ഉറുപ്പ്യ ഉള്ള കാലമാണ്. അങ്ങനെ കണക്കൂട്ടിയാണ് എല്ലാവരും ജീവിക്കുക. അവിടുന്ന് ഞാൻ പിന്നെ ഒരു ജോലിയും കൂടി ചോദിച്ചു, ജോലി തന്നു. അപ്പോൾ 2 ജോലിയായി. അപ്പോൾ 2 ജോലിയായി. അപ്പോൾ 16 മണിക്കൂർ ഡ്യൂട്ടി എടുക്കും. അപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ മിക്കവാറും സമയം ഇരിക്കലാണ്, പണിയെടുക്കൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു ദിവസം എന്നെ ഭയങ്കര ഞാൻ കുറച്ചൊക്കെ അറബി ഇങ്ങനെ പറയുന്നത്. സൂപ്പർവൈസർ ഒരു യമനിയാണ്. അങ്ങനെ സോപ്പൊക്കെ ഇട്ട് ഞാൻ നല്ല എപ്പോഴും എവിടെ പോയ എല്ലാവരുടെ ഇടയിലും വളരെ താഴ്മയോടുകൂടിയേ നിൽക്കുള്ളൂ. ഇഷ്ടമില്ലാത്ത സൗണ്ട് അങ്ങനെയുള്ള ഒന്നും പറയില്ല. എല്ലാവർക്കും എന്നെ പറ്റിയിട്ട് ഭയങ്കര പാവം തോന്നുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു അറബിയിൽ ഇഷ്ടപ്പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൈകൊണ്ട് കാട്ടിക്കൊടുത്തു. 3ാമത്തെ ജോലി 2 ജോലി ഇപ്പോൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ് ഒരു ജോലിയും കൂടിയും തരുമോ ചോദിച്ചു. മാഫി മുഷ്കിൽ തരാറ്. ദമാം റെയിൽവേയിൽ റിയാദിൽ നിന്ന് ട്രെയിൻ വരുമ്പോൾ 78 സൗദി അറേബ്യയിൽ ട്രെയിൻ ഉണ്ട് കേട്ടോ, ഇല്ല നിങ്ങൾ വിചാരിക്കേണ്ട. 78 കഥയായി പറയുന്നത്. അങ്ങനെ 3ാമത്തെ ഡ്യൂട്ടി തന്നു. അപ്പോൾ 3 കാർഡ് പോക്കറ്റിൽ. ഒരു കാർഡ് രാവിലെ കൊടുത്താൽ 2 മണിക്ക് മേടിക്കും. അടുത്ത കാർഡ് 2 മുതൽ 10 മണി അവിടുന്ന് മേടിക്കും. 3ാമത്തെ കാർഡ് റെയിൽവേയിൽ രാത്രി 12 മുതൽ 10 മണി മുതൽ തുടങ്ങും. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി തീരും. അങ്ങനെ 3ാമത്തെ ജോലി എനിക്കെന്താ പണി, ഒക്കെ തമിഴന്മാർ, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. ഇവരെന്നെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കും. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കണം, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സോപ്പ് ഒഴിച്ചു കൊടുക്കണം, അതിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ ഉയർത്തണം. അപ്പോൾ അങ്ങനെ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ സോപ്പ് ഒഴിക്കലാണ് പണി. വറുത് വരുതും ഓരോരോ സൈഡ് 10 കമ്പാർട്ട്മെൻറ്റ് 15 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ രാവിലെ സുബൈൻ്റെ സമയമായപ്പോൾ ഞാൻ വേഗം കഴുകി വൃത്തിയാക്കി പള്ളിയിൽ പോയി. അപ്പോൾ ഒരു സൗദി ഇമാമ് നിന്നപ്പോൾ ഇനി മറ്റുള്ളവർക്ക് അറിയുമെന്ന് വിചാരിക്കണം, ഓതുന്നൊക്കെ തെറ്റ്. അപ്പോൾ സബ്യാസ്മ ഓതുമ്പോൾ തെറ്റ്, ഒള്ളുവ വല്ലേലി ഓതുമ്പോൾ തെറ്റ്. അപ്പോൾ ഞാനിങ്ങനെ വേഗം തിരുത്തി കൊടുക്കും. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ വേണ്ട അവിടുത്തെ ഒരു പാകിസ്ഥാനിയാണ് മാനേജർ. നാളെ മുതൽ ഇജ്ജാണ് ഇവിടുത്തെ ഇമാമ്. അങ്ങനെ പിറ്റേന്ന് പോലെ ഞാൻ ഇമാമ്. അപ്പോൾ 3ാമത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓത്ത് ഇങ്ങനെ മദ്രസയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എൻ്റെ ഓത്ത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നോട് അയാൾ പറഞ്ഞു വരിക എൻ്റെ ഓഫീസ് തുടക്കുക, ഉറങ്ങാൻ പറഞ്ഞു. പിന്നെ സുബൈൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ്
നീക്കും. അപ്പോൾ 18ാമത്തെ വയസ്സാണ് കേട്ടോ. അങ്ങനെ 3 ഡ്യൂട്ടി കാർഡും ശമ്പളം വാങ്ങാൻ ചെന്നപ്പോൾ സ്പോൺസർ ചോദിച്ചു എന്നോട്, നീ മനുഷ്യനാണോ അതോ ജിന്നാണോ എന്ന് ചോദിച്ചു.